അസ്സലാമു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൂടുതൽ സമയം വിശക്കാതിരിക്കുന്ന ഒരു തരം ഓംലേറ്റ് പരിചയപ്പെടാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സ്പിനാച്ച് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാൻ അരിയാതെയാണ് വേവിച്ചെടുത്തത്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടി അരിഞ്ഞിട്ട് ചേർക്കാണ് നല്ലതെന്ന്. അപ്പോൾ ലേശം ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സ്പിനാച്ച് പൊതുവെ ഒരു ഉപ്പ് തോന്നിക്കുന്നൊരു വിഭവമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വേവായി വരും. ആവശ്യമെങ്കിൽ കുരുമുളകോ പച്ചമുളകോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നൊരു LCH ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ജിമ്മിന് പോകുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ വലിയ ഹെവി ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു ഓംലേറ്റാണിത്. അപ്പോൾ അതിങ്ങനെ കഴിച്ചിട്ട് നല്ല എഫക്റ്റ് ഉണ്ട്, ഒരുപാട് സമയത്തേക്ക് വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തന്നതായിരുന്നു. അപ്പോൾ അത് വേവായി വരുമ്പോഴേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിനുള്ള കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്തത് കൊണ്ട് ഇതിന് കൂടുതലായിട്ട് മുളക് ചേർക്കുന്നില്ല. ഇടയ്ക്കൊന്ന് ഇലയെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവായി കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതേ പാനിലേക്ക് തന്നെ 1-2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിൽ ഇത് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി രുചി കൂടും. ഇനി ബീറ്റ് ചെയ്ത മുട്ട അതിലേക്ക് ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഹാഫ് കുക്കായി വരുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ നടുക്കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ വെച്ച സ്പിനാച്ചിൻ്റെ ഇല ഇതിൻ്റെ നടുക്കേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സാധാ ചീര ഇലയോ മുരിങ്ങ ഇലയോ ഒക്കെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷേ സ്പിനാച്ചിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേക രുചിയാണ്. ഇനി ഞാൻ കുറച്ച് മോസറല്ല ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിന് മുകളിലേക്ക് ബ്ലൂ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്ലൂ ചീസിൻ്റെ ടേസ്റ്റ് പൊതുവെ വല്ലാതെ ആർക്കും ഇഷ്ടമാവില്ല. അപ്പോൾ തനിച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതേപോലെ ഓംലേറ്റിൽ അല്ലെങ്കിൽ സലാഡിലൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ പനീർ ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതി. ഇന്നത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോസറല്ലയും ആ ചീസും എല്ലാം കൂടെ ഒന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഫോൾഡ് ചെയ്തെടുത്ത് ഓംലേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ലൊരു ഗോൾഡൻ നിറത്തിലാണ് നമുക്ക് മുട്ട കിട്ടിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കി. ഈ ഓംലേറ്റിൻ്റെ കൂടെ സ്പിനാച്ചിൻ്റെ ഇല കൂടി ചേരുമ്പം നല്ലൊരു ടേസ്റ്റ് കേട്ടോ. സാധാരണ നോണൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ട് ഈ സ്പിനാച്ചിൻ്റെ ഇലക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ഉപ്പേരി വെച്ച് കഴിക്കുമ്പോൾ അത് അത്ര ഫീൽ ചെയ്യില്ല. പക്ഷേ ഓംലേറ്റിൻ്റെ കൂടെ ഇട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.